ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഷൻ എന്ന വാക്കിനോട് എനിക്ക് വല്ലാത്തൊരു പാഷനാണ്. പാഷൻ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം അഭിനിവേശം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആനന്ദാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് പാഷൻ. നമുക്ക് പലതിനോടും പാഷൻ ഉണ്ടാകാം. ചിലപ്പോൾ ചില ആളുകളോട് പാഷൻ ഉണ്ടാവാം, ചില ആശയങ്ങളോട് പാഷൻ ഉണ്ടാകാം, ചില പ്രവൃത്തികളോട് പാഷൻ ഉണ്ടാവാം. എനിക്ക് ടീച്ചിങ്ങിനോട് വല്ലാത്തൊരു പാഷനുണ്ട്. ഒരു പ്രവൃത്തി പാഷനായി മാറണമെങ്കിൽ അതിന് 3 പ്രത്യേകതകൾ ഉണ്ടാവണം. ഒന്ന്, നമ്മൾ വളരെ ഉത്സാഹപൂർവ്വം എനർജറ്റിക്കായിട്ട് ആ പ്രവൃത്തി ചെയ്യും, ക്ഷീണമൊന്നും അങ്ങനെ തോന്നില്ല. 2, നമ്മൾ ആ കാര്യത്തിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, പുറമേ നിന്ന് നമുക്കൊരു പ്രചോദനത്തിൻ്റെയും ആവശ്യമില്ല. 3-മത്തെ കാര്യം, എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നമ്മൾ ആ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടീച്ചിങ് എൻ്റെ പാഷനാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ഭാഗ്യങ്ങളിലൊന്ന് എൻ്റെ പാഷൻ കരിയറായി മാറി എന്നുള്ളതാണ്. എൻ്റെ വീഡിയോ പതിവായി കാണുന്നവർക്കറിയാം, ഞാനൊരു അധ്യാപികയായിരുന്നു. 32 കൊല്ലക്കാലം കോളേജിൽ ഗണിതശാസ്ത്രം പഠിപ്പിച്ച ആളാണ്. ഈ ടീച്ചിങ്ങിനോടുള്ള അഭിനിവേശം കൊണ്ട് റിട്ടയർ ചെയ്തിട്ടും ഞാൻ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പഠിപ്പിക്കുന്നതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ക്ലാസ് റൂം കുറേയും കൂടി വിശാലമായി എന്ന് പറയാം. എൻ്റെ വീഡിയോസ് കാണുന്നവർ കുറേ പേര് പറയുന്ന ഒരു കാര്യം എന്താണെന്നോ, വീഡിയോ നന്നായിട്ടുണ്ട് എന്നുള്ളതല്ല, ടീച്ചറിൻ്റെ ആ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയോജനം ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കും, എന്നെ ഒരു അധ്യാപികയായിട്ട് തന്നെയാണ് യൂട്യൂബ് കാണുന്ന കുറേ പേര് കാണുന്നത്. കാരണം അധ്യാപനത്തോടുള്ളൊരു അഭിനിവേശം കൊണ്ട് എൻ്റെ വീഡിയോ പോലും ഒരു ക്ലാസ് പോലെ ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ഗുണം, ഞാൻ ഇതുവരെ എൻ്റെ കരിയറിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടില്ല എന്ന് പറയാം. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മഹത്തായ പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ തൊഴിലുകളും മഹത്വമുള്ളതാണ്. മികച്ച രീതിയിൽ അത് ചെയ്യണമെന്ന് മാത്രം. ടീച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു റിസ്ക് ഉണ്ട്. അത് മികച്ച രീതിയിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഈ പ്രൊഫഷനിൽ തുടരരുത്. അവർ ടീച്ചിങ്ങിൽ നിന്ന് വേറൊരു പ്രൊഫഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു തലമുറയെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചേക്കും. ടീച്ചിങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിലെ ഹാപ്പി ഹോർമോണുകൾ ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആകുന്നത്. ടീച്ചിങ്ങിൽ ഈ ഹോർമോണുകളെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സകല സാഹചര്യങ്ങളും ഉണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഗുരുശിഷ്യ ബന്ധം. ഈ കണക്ഷൻസ് നമ്മുടെ ബ്രെയിനിനകത്തുള്ള ഓക്സിറ്റോസിൻ എന്ന ഹാപ്പി ഹോർമോണിനെ ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ഓർമ്മശക്തിയായാലും ചിന്താശക്തിയായാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ഈ സ്കിൽസ് എല്ലാം ഷാർപ്പൺ ചെയ്യാനുള്ള അവസരങ്ങൾ ടീച്ചിങ്ങിൽ എപ്പോഴും ഉണ്ട്. ഒരു സിസ്റ്റമാറ്റിക് ലൈഫിന് ടീച്ചിങ് ഒരുപാട് സഹായിക്കും. ഏറ്റവും റിവാർഡിംഗ് ആണ് കേട്ടോ ഈ ടീച്ചിങ് പ്രൊഫഷൻ. റിവാർഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ അധികമായിട്ട് തിരിച്ചു കിട്ടുക. സത്യം പറഞ്ഞാൽ ടീച്ചിങ്ങിൽ അത് സംഭവിക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അധ്യാപകർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ പ്രൊഫഷനിൽ ഇങ്ങനെ ഒരു പ്രൊഫഷൻ സ്വീകരിച്ചിരിക്കുന്ന അധ്യാപകർ ഇത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്ത് ഇതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അറിവിലൂടെയും അനുഭവത്തിലൂടെയും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഈ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ച് പഠിച്ചുണ്ടാക്കിയ പണ്ടത്തെ ഒരു റിപ്പോർട്ടാണ്. പക്ഷേ അതിലെ ഒരു വാചകം തീർച്ചയായിട്ടും ഓരോ ടീച്ചറും ഓർത്തിരിക്കേണ്ടതാണ്. ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ ക്ലാസ് റൂം. ഇപ്പോഴും ക്ലാസ് റൂമിൻ്റെ പ്രസക്തിയൊന്നും മാറിയിട്ടില്ല. ഏറ്റവും കൂടുതൽ സമയം സ്റ്റുഡൻസ് ടീച്ചർ ഇൻറ്ററാക്ഷൻ നടക്കുന്നത് ക്ലാസ് മുറികൾക്കുള്ളിലാണ്. ഒരു അധ്യാപകൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അധ്യാപകർ പഠിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും മക്കളെയും നമ്മൾ പഠിപ്പിക്കാൻ നോക്കും. അത് തലമുറ കൈമാറി പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ടീച്ചിങ് പ്രൊഫഷൻ. ടീച്ചിങ് ഏറ്റവും മികച്ചതാക്കാൻ ഒരു ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടാക്കുന്നത് അയാൾക്ക് തന്നെയാണ്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ക്ലാസ് നന്നാകാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നു.
അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം എനിക്കല്ലേ കിട്ടുക. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ ക്ലാസ് എടുക്കാം. എവിടെയെങ്കിലും ഇരുന്ന് ക്ലാസ് എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കസേരയിൽ. നമ്മൾ എഴുന്നേറ്റ് നിന്ന് നടന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ആരോഗ്യത്തോടുകൂടി ഒരു ജീവിതം നയിക്കാൻ ടീച്ചറെ സഹായിക്കുന്ന ഒന്നാണ്. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഇത്രയും കൊല്ലത്തെ ആ ഒരു ടീച്ചിങ് പ്രൊഫഷനിലൂടെ ഏറ്റവും അധികം പ്രയോജനം ഉണ്ടായിട്ടുള്ളത് എനിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്താണെന്നോ, ഈ ടീച്ചിങ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ്. അതെൻ്റെ അറിവിലൂടെയും എക്സ്പീരിയൻസിലൂടെയും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അവിടെ ഒരു ടീച്ചറുടെ റോൾ എങ്ങനെയായിരിക്കണം. ഇപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു ടീച്ചറുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിപ്പിക്കാനൊരു വിഷയം ഉണ്ടാവും. അപ്പോൾ ആ വിഷയത്തോട് കുട്ടികൾക്ക് ഇഷ്ടം തോന്നണം, അതിലവർക്ക് താല്പര്യം ഉണ്ടാകണം, അതിൽ കൂടുതൽ അറിവ് നേടാനുള്ളൊരു പ്രചോദനം ഉണ്ടാകണം. ഇതെല്ലാം അടിസ്ഥാനപരമായി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെടണമെങ്കിൽ, സബ്ജക്റ്റിൽ താല്പര്യം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടീച്ചറെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ടീച്ചറോടുള്ള ഇഷ്ടം സബ്ജക്റ്റ് പഠിക്കാൻ കുട്ടികളെ ഒരുപാട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇഷ്ടം ഒരിക്കലും ഏകപക്ഷീയമായിട്ടുണ്ടാവില്ല അല്ലേ? ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരുപാട് പാരസ്പര്യമുള്ള ഒന്നാണ്. അപ്പോൾ ആദ്യം വേണ്ടത് കുട്ടികളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. വെറുതെ ഇരുന്നാൽ ഇഷ്ടം തോന്നില്ലല്ലോ. നമ്മൾ ആളുകളെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അവരോട് ഇഷ്ടം ഉണ്ടാവുക. എപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴും പേര് വിളിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രാക്ടീസാക്കി മാറ്റണം. ഒരാളുടെ ഡിക്ഷണറിയിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് വാക്കാണ് അയാളുടെ പേര്. ഒരാൾ നമ്മുടെ പേര് വിളിക്കുമ്പോൾ വി ഫീൽ വെരി ഹാപ്പി. ഇപ്പോൾ ടീച്ചേഴ്സ് പറയും എത്രയോ കുട്ടികളുണ്ട്, അവരുടെയൊക്കെ പേര് പഠിക്കാൻ സാധിക്കുമോ? പക്ഷേ പേര് വിളിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പേര് വിളിച്ച് നമ്മൾ വേറൊരാളോട് കണക്റ്റഡ് ആകുമ്പോൾ അതിന് വലിയൊരു വ്യത്യാസമുണ്ട്. ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് കുട്ടികളുടെ പേര് അറിഞ്ഞിരിക്കുക. ഏത് കൂട്ടത്തിൽ നിൽക്കുമ്പോഴും അവരുടെ പേരെടുത്ത് പറയാൻ സാധിക്കുക. ഉടനെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്താ? ടീച്ചർക്ക് ഞങ്ങളെ അറിയാം. ചിലപ്പോൾ പേര് മാത്രമേ നമുക്ക് അറിയൂ, എങ്കിൽ പോലും അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പേരെടുത്ത് വിളിക്കണമെങ്കിൽ പേര് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകണം. ഏത് കാര്യവും മെമ്മറിയിൽ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാണ് റിപ്പീറ്റേഷൻ. ഒരു കുട്ടിയുടെ പേര് മനസ്സിലാകുന്നത് വരെ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിൽ വെച്ച് നമുക്ക് പേര് ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ പുറത്ത് വെച്ച് കാണുമ്പോൾ പേര് ഓർമ്മയില്ലെങ്കിൽ പേര് ചോദിക്കുക. ചോദിക്കാൻ നേരത്ത് അവിടെയും ഒരു ബ്ലോക്ക് ഉണ്ടാവും. അയ്യോ, ഇയാളുടെ പേര് ഇനി എങ്ങനെ ചോദിക്കും, കഴിഞ്ഞ ദിവസം പേര് പറഞ്ഞതാണ്, ഇനി എങ്ങനെ ചോദിക്കും? അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉദ്ദേശം പേര് പഠിക്കുക എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയെ പേരെടുത്ത് വിളിക്കാൻ സാധിക്കണം. കുട്ടികളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകാനുള്ള സാഹചര്യം എന്നുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ഒന്നാണ് വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധം. വിദ്യാർത്ഥികൾ എന്നെ ഇഷ്ടപ്പെടുന്നു, അവർക്ക് എൻ്റെ ക്ലാസ് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരു മികച്ച അധ്യാപകനാകാനുള്ള അല്ലെങ്കിൽ ഒരു മികച്ച അധ്യാപികയാകാനുള്ള പ്രചോദനം അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് മുൻകൈ എടുക്കേണ്ടത് അധ്യാപകരാണ്. എപ്പോൾ അവസരം കിട്ടുമ്പോഴും അവരോട് സംസാരിക്കാനും, ക്ലാസ് മുറിയിൽ വെച്ചല്ല പുറത്തും അവരോട് സംസാരിക്കാനൊക്കെ അവസരങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കണം. കുശലങ്ങളൊക്കെ ചോദിക്കാം. ഞാനങ്ങനെ കുട്ടികളെ വഴിക്ക് വെച്ച് കാണുമ്പോൾ ചോദിക്കും, നിങ്ങളിന്ന് ഊണ് കഴിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് ഈ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനും നമ്മളോട് അടുപ്പം സ്ഥാപിക്കാനും. ഞാൻ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. അന്നത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അധ്യാപകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശ്രദ്ധാകേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ കുട്ടികളെപ്പോഴും നമ്മളെ തേടി വരും, അവർക്ക് നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനൊക്കെ വലിയ താല്പര്യമാണ്. നമ്മുടെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ അവർ പറയും, ടീച്ചറെ ഈ സാരി ചേരുന്നില്ല, ഇന്നലെ ഉടുത്ത സാരി കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് ബന്ധം സ്ഥാപിക്കാൻ ഒരുപാട് ഉത്സാഹം കാണിച്ചിരുന്നു. ഇന്ന് എൻവയൺമെൻ്റ് ഒക്കെ മാറിപ്പോയി. പലപ്പോഴും സംഭവിക്കാറുള്ളത് അധ്യാപകരുടെ ലോകത്താണ്. ഇന്നത്തെ സാഹചര്യം നമ്മളെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനെ അതിജീവിക്കുക തന്നെ വേണം. 2, ഈ അറിവ് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥികളിലേക്ക് ഊർജം പകർന്നു കൊടുക്കാൻ പറ്റണം. ഊർജം പകർന്നു കൊടുക്കുമ്പോഴാണ് അവർ ഉത്സാഹമുള്ളവരായിട്ട് മാറുക. ഈ ഊർജം പകർന്നു കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന് ആദ്യമേ അധ്യാപകർ നല്ല എനർജറ്റിക് ആയിരിക്കണം. എപ്പോഴും പുഞ്ചിരി, പ്രസന്നഭാവം, ആത്മവിശ്വാസം, ഇതെല്ലാം അധ്യാപകരെ എനർജറ്റിക് ആക്കുന്ന ഘടകങ്ങളാണ്. വൃത്തിയായിട്ട് വസ്ത്രധാരണം ചെയ്യുക, അപ്പിയറൻസിൽ അധ്യാപകർ കാണിക്കുന്ന ശ്രദ്ധ, ഇതെല്ലാം എനർജി പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളാണ്.
നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു എനർജി മറ്റേയാൾക്ക് ഫീൽ ചെയ്യുന്നതിനെയാണ് ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് മുറിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു പുഞ്ചിരിയോട് കൂടി അല്ലാതെ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കരുത്. അവർക്ക് കൊടുക്കുന്ന പരിഗണന അതെപ്പോഴും മറ്റുള്ളവരെ എനർജറ്റിക് ആക്കും. ഞാൻ ഗവൺമെൻറ് കോളേജിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് മുറികളിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും കുട്ടികൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ടാവും. അവർ നമ്മളെ ഗ്രീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു വിഷമം തോന്നി. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് അധ്യാപകർ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ പറയുക. അപ്പോൾ ഇതൊന്നും കാണാതെ ആയപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറയാൻ തുടങ്ങി. ചെല്ലുമ്പോഴേ ഗുഡ് മോർണിംഗ്, കുട്ടികളെ സ്കാറ്റേഡ് ആയിട്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഞാൻ പല ദിക്കിലേക്ക് നോക്കിയിട്ട് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ നല്ല ഉത്സാഹപൂർവ്വം സ്ഥാനങ്ങളിൽ വന്നിരിക്കും. പിന്നെ അവർ ഗുഡ് മോർണിംഗ് പറയാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു എനർജി ട്രാൻസ്ഫറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു പഠന വിഷയമാക്കണം. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ ഒരു ബെറ്റർ വേർഷൻ ഉണ്ടാക്കാൻ അവരെ സഹായിക്കുക. നമ്പർ 3, മിക്കവാറും നമ്മുടെ ഗുരുശിഷ്യ ബന്ധം തുടങ്ങുന്നത് ക്ലാസ് മുറിക്കുള്ളിലാണ്. ക്ലാസ് മുറികളിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഡേ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മൾ നേരെ വിഷയം പഠിപ്പിക്കരുത്, എന്നാൽ സബ്ജക്റ്റിൽ നമുക്ക് താല്പര്യമുണ്ടെന്നും ഈ ടീച്ചർ ഞങ്ങളെ സബ്ജക്റ്റ് നന്നായി പഠിപ്പിക്കും, ഈ ടീച്ചറിന് നല്ല ആത്മാർത്ഥതയുണ്ട്, ഈ ഒരു ഇംപ്രഷൻ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആൻഡ് യു നെവർ ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് ടു ക്രിയേറ്റ് എ ഫസ്റ്റ് ഇംപ്രഷൻ. നമുക്കൊരു വിഷയം പഠിപ്പിക്കാനുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് പരസ്പരം പരിചയപ്പെടണം. തീർച്ചയായിട്ടും ആദ്യത്തെ പരിചയപ്പെടൽ മിക്കവാറും ക്ലാസ് മുറികൾക്കുള്ളിലായിരിക്കും നടക്കുന്നത്. നമ്മളെ ആദ്യം പരിചയപ്പെടുത്തുക, നമ്മുടെ പേര് പറയുക, നമ്മളെപ്പറ്റി അവരോട് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുക. അതിനുശേഷം കുറച്ച് സമയമെടുത്ത് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. പരിചയപ്പെടാൻ ഇനിയും കുറേ സമയമുണ്ട് കേട്ടോ. ആദ്യത്തെ ദിവസം തന്നെ എല്ലാം അറിയണമെന്നില്ല. കുറേ കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുക. അങ്ങനെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലുള്ള ഒരു ഉത്കണ്ഠയൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. ഇപ്പോഴും അപരിചിതരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാകും. അതായത് എങ്ങനെ പെരുമാറും, എങ്ങനെ സംസാരിക്കും, എന്ത് സംസാരിക്കും എന്നുള്ള ചിന്ത ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് മാറാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറയുന്നു, അവരുടെ കാര്യങ്ങൾ അറിയുന്നു. ഐസ് ബ്രേക്കിംഗ് എന്ന് പറയും. ഇത് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്. ക്ലാസ് മുറിക്കുള്ളിൽ ഒരു ഐസ് ബ്രേക്കിംഗ് നമ്മൾ നടത്തണം. അതിനുശേഷം ഇങ്ങനെയൊക്കെയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എൻ്റെ നിലപാടുകളൊക്കെ ഇതാണ്. ചില ഗ്യാരണ്ടികൾ കൊടുക്കുക. എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഒരുക്കമാണ്. ഇതൊക്കെ പറയണം. ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങളല്ല. അതിനുശേഷം നമുക്ക് അവരോട് ചോദിക്കാം, അല്ലേ, ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ രണ്ടു കൂട്ടരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓക്കെ ആയാലേ ക്ലാസ് ഭംഗിയായിട്ട് നടക്കൂ. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ എന്തൊക്കെ തിരിച്ചു തരാൻ തയ്യാറാണ്? അപ്പോൾ ചിലർ പറയും ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തയ്യാറാണ്. വേറെ ചിലർ പറയും ഞാൻ റെഗുലറായിട്ട് പഠിക്കാൻ തയ്യാറാണ്. നമുക്കിതിന് അത്ഭുതം തോന്നും അവരെന്തൊക്കെ തരാൻ തയ്യാറാണെന്ന് കേൾക്കുമ്പോൾ. പിന്നെ അവരോട് ശരിക്കും ചോദിക്കണം, നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ആശങ്കകളുണ്ടോ? നിങ്ങളൊരു പുതിയ സ്ഥലത്ത് വന്നിരിക്കുകയാണ്, ഞാൻ അധ്യാപികയാണ്, എന്നെ ആദ്യമായിട്ട് കാണുകയാണ്, എന്തെങ്കിലും ആശങ്കകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതും തുറന്നു പറയാം. ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തണമോ? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സാണ് ഒരു ക്യാമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഫീൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണം. അതിന് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ചെറിയ ഭാഗങ്ങളായിട്ട് ഭാഗിച്ച് ഓരോ ആഴ്ചയും ഇത്രയും പോർഷൻ കവർ ചെയ്യും. അങ്ങനെ ഒരു അക്കാദമിക് കലണ്ടർ ഞാൻ എൻ്റെ വകയായിട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് ആദ്യത്തെ ദിവസം തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഫീലിംഗ് എന്താ, ടീച്ചർ നന്നായിട്ട് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്, അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ചില കൊളീഗ്സുമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, അതൊക്കെ വല്ലാത്ത മെനക്കേടല്ലേ? ഒരു മെനക്കേടും ഇല്ല കേട്ടോ. നമ്മൾ കമ്പ്യൂട്ടറിലൊരു ഫ്രെയിം വർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് എല്ലാ കൊല്ലവും ഉപയോഗിക്കാം. സബ്ജക്റ്റും ആഴ്ചയിലെ ഡേറ്റും മാറുമെന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോപ്പി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർ പലരും നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല,
കോളേജിൽ പലപ്പോഴും ഈ ക്ലാസ് ലാഗ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ഇവരോട് സ്പെഷ്യൽ ക്ലാസ്സിനൊക്കെ വരണമെന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും വരില്ല. പക്ഷേ ഈ ഒരു സംഭവം കയ്യിലുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളോട് പറയാറുണ്ട്, ടീച്ചറെ ജൂൺ കഴിഞ്ഞു, ടീച്ചർ പറഞ്ഞ പോലെ പോർഷനൊന്നും ആയിട്ടില്ല, അപ്പോൾ എന്നാണ് സ്പെഷ്യൽ ക്ലാസ് വെക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവരിൽ നിന്ന് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിരിക്കണം. നാലാമത്തെ കാര്യം എന്താണെന്നോ, ഈ അധ്യാപകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഒരു സബ്ജക്റ്റ് കുട്ടിയെ പഠിപ്പിക്കുക, അതിൽ കുട്ടിക്ക് താല്പര്യം ഉണ്ടാക്കുക, കൂടുതൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുക. ഇതിനൊക്കെ വേണ്ടി അധ്യാപകർ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒന്നാണ് ക്ലാസ് റൂം ടീച്ചിങ്. അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത പോലെ അത് അവരിലേക്ക് എത്തിക്കാനും കൂടി സാധിക്കണം. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം നമ്മളിരുന്ന് വായിച്ച് മനസ്സിലാക്കുന്നു, എന്തൊക്കെ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു, എങ്ങനെയൊക്കെ പഠിപ്പിച്ചാലാണ് അവർക്കിത് കൂടുതൽ മനസ്സിലാവുക, ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് നമ്മൾ തയ്യാറെടുക്കുന്നു. പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എഴുതണം കേട്ടോ. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ എഴുതിയിടുക എന്നുള്ളത് നമ്മുടെ മെമ്മറിയെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതിലേറ്റവും രസമുള്ളൊരു കാര്യം, ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യും. കാരണം ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ പോകാതെ നിർവാഹമില്ല, അപ്പോൾ നമ്മൾ പോകുന്നു, ചെയ്യുന്നു. അതിനൊരു ഏർജൻസി ഉണ്ട്. പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ എന്താണെന്നോ, അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനൊരു ഏർജൻസി ഉണ്ടാകണമെന്നില്ല. അത് പലപ്പോഴും നമ്മൾ മാറ്റിവെച്ച് ചില അധ്യാപകർ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് മറിച്ച് നോക്കുന്ന കാണാം. അതാണ് അവരുടെ പ്രിപ്പറേഷൻ. പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവൂ. സമയമെടുത്ത് പ്രിപ്പയർ ചെയ്യണം. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, തോമസ് സാറ് എപ്പോൾ വന്നാലും ഒരു ടെൻഷനും ഇല്ല. ക്ലാസ്സിൽ പോകാൻ നേരത്ത് ഒരു വെപ്രാളവും ഇല്ല. വളരെ കൂളായിട്ട് ക്ലാസ്സിൽ പോകും, സുസ്മേരവദനായി എല്ലാം പഠിപ്പിച്ച് തിരിച്ചു വരും. അപ്പോൾ ഒരു ദിവസം സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറിനോട് പറയായിരുന്നു, വീട്ടിൽ ചെന്ന ആദ്യത്തെ പരിപാടികളിലൊന്ന് പിറ്റേ ദിവസത്തേക്കുള്ള ക്ലാസ്സിൻ്റെ ഭാഗമൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ സാറിനോട് തമാശയ്ക്ക് പറഞ്ഞു, വെറുതെ അല്ല സാർ ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ചെറിയ വെപ്രാളം വരും. അതിൻ്റെ കാരണം ലാക്ക് ഓഫ് പ്രിപ്പറേഷനാണ്. ഈ പ്രിപ്പറേഷൻ നമ്മളെ വളരെ കോൺഫിഡൻ്റ് ആക്കും. അതുമാത്രമല്ല, പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ക്ലാസ് നമുക്ക് വളരെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. കാരണം ഈ പ്രിപ്പറേഷനിൽ ഒരു ക്ലാസ്സിന് വേണ്ട പല കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ചെന്ന വഴിയെ ക്ലാസ് എടുക്കലല്ലല്ലോ, ആ വിഷയത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. അതിന് തലേ ദിവസം പഠിപ്പിച്ച ഭാഗം, അതിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. അത് പഠിപ്പിച്ച ശേഷം ഫീഡ്ബാക്ക് എടുക്കണം. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായോ, അല്ലെങ്കിൽ ഇതുവരെ പഠിപ്പിച്ചത് ഇതൊക്കെയാണെന്ന് വീണ്ടും അവരോട് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് കാര്യം മനസ്സിലാക്കി എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. ഇത്രയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാകുമെന്നാ. ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ സന്തോഷം അനുഭവിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ടീച്ചറെ സംബന്ധിച്ച് ഒരു നല്ല ക്ലാസ് എടുത്താൽ കിട്ടുന്ന സന്തോഷം എന്നും അനുഭവിക്കാനുള്ളൊരു അവസരം ഉണ്ടല്ലോ. പക്ഷെ അത് എത്ര പേര് പ്രയോജനപ്പെടുത്താറുണ്ട്? ഒരു ടീച്ചർ വിചാരിക്കേണ്ടത് ഇപ്പോഴാണ് എൻ്റെ അവസരം, ഇതൊക്കെ വേഗം കടന്നു പോകും. പിന്നീട് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഒരു ക്ലാസ്സിൽ പോകാനോ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനോ പറ്റില്ല. ഇപ്പം ഞാൻ എത്ര ആഗ്രഹിച്ചാലും കോളേജിൽ പോയി ഒരു റെഗുലർ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, അത് കഴിഞ്ഞു പോയി. പരീക്ഷകളില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കാനുള്ളൊരു അവസരമാണ്. പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തന്നെ നമുക്ക് എന്ത് സന്തോഷമായിരിക്കുമെന്നോ. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷം, പിന്നെ റിസൾട്ട് വരുന്നതിൻ്റെയൊക്കെ തലേ ദിവസമൊക്കെ വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് സന്തോഷം തരുന്ന ഒന്നാണ് ഈ പ്രിപ്പറേഷൻ. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിലൊന്നാണ് പ്രിപ്പയർ വെൽ. എൻ്റെ ക്ലാസ്സുകൾ ചിലത് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എന്തുകൊണ്ട് ഫ്ലോപ്പായി എന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ലാക്ക് ഓഫ് പ്രിപ്പറേഷനാണ്. ചില സമയത്ത് എനിക്ക് ഒടുക്കത്തെ ഒരു ആത്മവിശ്വാസം വരും, ഇത് ഞാൻ 10 പ്രാവശ്യം പഠിപ്പിച്ചതാണ്, എന്ത് പ്രിപ്പയർ ചെയ്യാനാണ്. പക്ഷേ അങ്ങനെ പ്രിപ്പറേഷൻ ഇല്ലാതെ പോയി കഴിയുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്നോ, നമ്മുടെ മനസ്സിൽ ഈ ചിന്തയുണ്ട്, അയ്യോ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ക്ലാസ്സിനിടയ്ക്ക് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ ആകെ പരിഭ്രമമാകും. നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ നമ്മൾ സ്റ്റക്കായി പോകും ചില സ്ഥലങ്ങളിൽ. 5ാമത്തെ കാര്യം, ടീച്ചർമാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമുണ്ട്, ബി എ ഗുഡ് ലിസണർ. നമുക്കുള്ളൊരു കുഴപ്പം, നമ്മളിങ്ങനെ കൊടുത്ത് നമ്മളെപ്പോഴും ഗിവിങ് എൻഡിലാണ്.
റിസീവിങ് എൻഡിൽ നമുക്കൊരു ക്ഷമ ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ ഒരാൾ ഒരു സംശയം ചോദിക്കാൻ എഴുന്നേറ്റ് ചിലപ്പോൾ അവിടെ ഇരിക്കും, സംശയമൊക്കെ പിന്നെ ചോദിക്കാം. ഇതൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒന്നാണ്. നമ്മൾ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസി ആയിരിക്കും. അപ്പോൾ നമ്മൾ മിക്കവാറും എന്താടോ പറയാനുള്ളത് പറഞ്ഞോ എന്നുള്ള മട്ടിൽ നമ്മൾ നമ്മുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴും പ്രകടിപ്പിക്കേണ്ട ഒന്നാണ്, നിന്നെ ശ്രദ്ധിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു കുട്ടി വരുമ്പോൾ ജോലിയെല്ലാം ഒന്ന് മാറ്റിവെച്ച് അയാളെ ഇരുത്തി ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത് എന്നുള്ള ഒരു ഫീൽ ആ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 6ാമത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് അധ്യാപകർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഫീഡ്ബാക്ക് എടുക്കുക. വിദ്യാർത്ഥികൾ നമ്മളെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മളെക്കുറിച്ച് അവർക്ക് എന്താ പറയാനുള്ളത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് അധ്യാപകർ ഇംപ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. കുട്ടികളിൽ നിന്ന് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഫീഡ്ബാക്ക് എടുക്കാനും ചില സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് ഫീഡ്ബാക്ക് എടുക്കണം കേട്ടോ. ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം എന്തായിരുന്നു എന്നാൽ, എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ, ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ, എൻ്റെ പെരുമാറ്റത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, വിഷയത്തിലുള്ള എൻ്റെ അറിവ്, കൃത്യമായിട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുക. ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നിങ്ങൾ പേരൊന്നും എഴുതിക്കണ്ട, എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് എഴുതിക്കൊള്ളാൻ പറയണം. പിന്നെ മറ്റേ പരിപാടി ചെയ്യരുത്. ചിലരുണ്ടല്ലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമോഷണലാകും. കയ്യക്ഷരം നോക്കി എങ്ങനെയെങ്കിലും ആളെ കണ്ടെത്തി ചില പ്രതികാരങ്ങളൊക്കെ ചെയ്തെന്ന് വരും. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ഇത്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിട്ട് തന്നെ കരുതണം. കാരണം അധ്യാപകരുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ സഹായിക്കുന്ന കാര്യങ്ങൾ പറയാൻ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ തയ്യാറാവില്ല. കാരണം അവർക്കൊരു റിസ്ക് ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ അധ്യാപകർ ഇത് അറിഞ്ഞ് എന്നോട് പ്രതികാരം ചെയ്താലോ എന്നുള്ള ചിന്ത അവർക്കും ഉണ്ടാകാനിടയുണ്ട്. നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇത് ഇമ്പ്രൂവ്മെൻറ്റിന് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ ഇതുപോലെ ഫീഡ്ബാക്ക് നടത്തണമെങ്കിലേ നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളാകും. കാരണം ഈ ഫീഡ്ബാക്ക് നടത്തുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ അവർ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നല്ല കാര്യങ്ങളും പറയും. അതൊരു വലിയ മോട്ടിവേഷനാണ്. ഒരിക്കൽ ഫീഡ്ബാക്ക് എടുത്തപ്പോൾ സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻ്റ് എന്നുള്ളതിന് ഒരു സ്റ്റുഡൻ്റ് എഴുതി വെച്ചത് എന്താണെന്നോ, ഡോണ്ട് ട്രൈ ടു ഇംപ്രൂവ് എന്ന്. ഇത്രയും ധാരാളം മതി. അതൊരു വലിയ സന്തോഷമായിരുന്നു. 7ാമത്തെ കാര്യം, ക്ലാസ് റൂം. തീർച്ചയായിട്ടും ക്ലാസ് റൂം ടീച്ചിങ് മാത്രമല്ല ഒരു ടീച്ചറുടെ ദൗത്യം. നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയെ ഒരു മകനോ മകളോ ആയിട്ട് കണ്ട് അയാളുടെ ഒരു ബെറ്റർ വേർഷൻ ഉണ്ടാക്കുക. അക്കാദമിക് മികവ് മാത്രമല്ല അതിൻ്റെ മാനദണ്ഡം. എന്തെല്ലാം കഴിവുകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ളതല്ലേ. അത് കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും അധ്യാപകർ തയ്യാറാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്നോ, ഒരുപാട് അധ്യാപകരുടെ ചിന്ത നമ്മുടെ പ്രധാന ജോലി സബ്ജക്റ്റ് പഠിപ്പിക്കലാണ്. കുട്ടികളെയും വിലയിരുത്തുന്നത് സബ്ജക്റ്റ് അയാൾ എങ്ങനെ പഠിക്കുന്നു, ഒരു അക്കാദമിക് ലെവലിൽ നിന്നുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒരു വ്യക്തിക്ക് പല തരത്തിലുള്ള കഴിവുകളാണ്. ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുത്ത് പരീക്ഷാ പേപ്പറിൽ ഭംഗിയായിട്ട് എഴുതാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളിൽ കഴിവുണ്ടെന്ന് നമ്മൾ കണ്ടെത്താറുണ്ട്. അത് കണ്ടെത്തി അയാളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അയാളിൽ വരുന്ന വലിയൊരു മാറ്റമുണ്ട്. അത് അക്കാദമിക് മികവും കൂടി വരുത്താൻ അയാളെ സഹായിക്കും. നമ്മൾ അവർക്ക് വേണ്ടത്ര അംഗീകാരം കൊടുക്കുമ്പോൾ. എന്നാൽ പിന്നെ അക്കാദമിക് തലത്തിലും കൂടി ഈ അംഗീകാരം എന്തുകൊണ്ട് നേടിക്കൂടാ എന്നൊരു ചിന്ത വിദ്യാർത്ഥിക്ക് ഉണ്ടാകാം. അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സജീവമായിട്ട് പങ്കെടുക്കുക. അതാണ് എനിക്ക് അധ്യാപകരോട് പറയാനുള്ളത്. എൻ്റെ റിട്ടയേർഡ് ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ നിരവധിയാണ്. അതിൻ്റെ ഒരു കാരണം ഞാൻ പഠിപ്പിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്ന ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. ഞാൻ ശ്രീരാമ പോളിടെക്നിക് കോളേജിലെ കുറേ കാലം അധ്യാപികയായിരുന്നു. അന്ന് ഞാനവിടെ ജോയിൻ ചെയ്തപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ മാധവൻ സാർ എന്നെ വിളിച്ച് കുറച്ച് ജോലികളൊക്കെ ഏൽപ്പിച്ചു, എക്സ്ട്രാ ജോലികൾ. അപ്പോൾ കുറച്ച് സമയം കോളേജിൽ ഇരിക്കേണ്ടി വരും. ശനി ഞായറും ചിലപ്പോൾ ചില പണികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്യാൻ വില്ലിങ് ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ വില്ലിങ് ആണെന്ന് പറഞ്ഞു. എക്സ്ട്രാ ജോലി ഏൽപ്പിക്കുമ്പോൾ വിഷമിക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ എന്തായാലും അത് സസന്തോഷം ഏറ്റെടുത്തു. ഒരുപക്ഷെ ഈ യൂട്യൂബ് ചാനൽ നടത്താനും ഇന്ന് വളരെ ആക്റ്റീവായിട്ട് ട്രെയിനിങ് പ്രൊഫഷനിൽ തുടരാനും എന്നെ സഹായിച്ചത് അന്നത്തെ ആ ഒരു എക്സ്ട്രാ ആയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ്.
അതിൻ്റെ പിന്നിൽ ഇത്രയും റിവാർഡിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് സമാധാനത്തോടും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കാനുള്ള ഒരു ബേസ് ഈ എക്സ്ട്രാ ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പലരും ടീച്ചിങ്ങിലേക്ക് വരാൻ മടി കാണിക്കാറുണ്ട്. നമ്മൾ പറയുന്ന ഒരു കാരണം ഇപ്പോൾ എൻവയോൺമെൻ്റ് ഒക്കെ മാറിപ്പോയി, ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെൻ്റ് ഒക്കെ മാറിപ്പോയി, കുട്ടികൾക്ക് ടീച്ചേഴ്സിന് ബഹുമാനമൊന്നുമില്ല, മാതാപിതാ ഗുരുദൈവമൊക്കെ മാറിപ്പോയി, മാതാപിതാ ഗൂഗിൾ അല്ലെങ്കിൽ മാതാപിതാ AI ദൈവമൊക്കെ ആയി മാറി. പക്ഷേ എന്നാലും ബേസിക്കലി നമ്മളെല്ലാവരും മനുഷ്യരാണ്, അത് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരു AIക്കും ഒരു ഗൂഗിളിനും പറ്റില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്